പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ടാക്സ് അതോറിറ്റീസിലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പറയുന്ന ഇൻകം ടാക്സ് ദാറ്റ് മീൻസ് നമ്മുടെ ഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് കളക്ഷനും അതിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അതോറിറ്റീസിനെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് CBDT എന്ന് പറയും. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, അതുപോലെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, ജോയിന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ, ദെൻ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ടാക്സ് റിക്കവറി ഓഫീസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, ഇങ്ങനെ ഒരുപാട് അതോറിറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും അവരുടെ പവേഴ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ, ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ വിളിച്ചിട്ട് ആ ഇൻഫർമേഷൻസ് അറിയാനുള്ള പവറും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതുപോലെ റിക്വസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്, ഏതെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ രേഖകളൊക്കെ സമർപ്പിക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക, അതുപോലെ സീസ് ചെയ്യുക അല്ലെ, കണ്ടുകെട്ടുക, അതുപോലെ റിഗാർഡിംഗ് ഡിസ്കവറി ഓഫ് എവിഡൻസ് ആണ്. ഈ പറയുന്ന ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസുകളൊക്കെ അവർക്ക് കണ്ടെത്താനുള്ള അവകാശമുണ്ട്. കളക്ട് സർട്ടൻ ഇൻഫർമേഷൻസ്, അതിനുള്ള പവർ ഉണ്ട്. പവർ ടു ഇൻസ്പെക്ട് കമ്പനി രജിസ്റ്ററുകൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുപോലെ പവർ ഓഫ് സർവേ, ആളുകളുടെ ചോദിച്ചിട്ടും സർവേ ചെയ്യാനുള്ള അത് പറ്റും. ദെൻ പവർ ഓഫ് ഡിസ്പോസൽ ഓഫ് അപ്പീൽ, ഇങ്ങനെയുള്ള ഒരുപാട് പവേഴ്സ് ഈ പറയുന്ന നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. CBDT ആണ് നമ്മുടെ ഡയറക്ട് ടാക്സിന്റെ അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ് മേക്സ് റൂൾസ് ആൻഡ് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. അതായത് ഇവരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ദാറ്റ് മീൻസ് നമ്മുടെ CBDT-യിലെ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ അതാ CBDT ആണ് നമ്മുടെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള അതോറിറ്റികൾക്കൊക്കെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും റൂൾസും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ഈ പറയുന്ന CBDT ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇറ്റ്സ് ഹയസ്റ്റ് അല്ലെങ്കിൽ അപ്പെക്സ് അതോറിറ്റി ഓഫ് ഡയറക്ട് ടാക്സ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, then it functions include formulation of policies dealing with matters relating to levy and collection of direct tax ആണ്. അതായത് പ്രധാനമായിട്ട് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആണ്. നമ്മുടെ ഡയറക്ട് ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ എന്ത് ചെയ്യുക, ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, അതുപോലെ ഡീലിംഗ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന എങ്ങനെ ഡയറക്ട് ടാക്സ്, ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് എങ്ങനെ ലെവി ചെയ്യണം, എങ്ങനെ കളക്ട് ചെയ്യണം, ചുമത്തണം, എങ്ങനെ അവരെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യണം എന്നുള്ളതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാറ്റേഴ്സും ഈ പറയുന്ന ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് നമുക്ക് അതും പറഞ്ഞാൽ തോന്നുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. പവേഴ്സ് ഓഫ് CBDT എന്ന് പറഞ്ഞാൽ ഇവർക്ക് റൂൾ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ദ പവർ ടു മേക്ക് റൂൾസ് ആണ്. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പവർ ഈ CBDT-ക്കാണുള്ളത്. ഓക്കെ, then it issue orders, instructions and direction to all officers employed in എക്സിക്യൂഷൻ ഓഫ് ദി ആക്ട് ആണ്. അറിയാം, നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ, അതായത് അതൊക്കെ പ്രാബല്യത്തിൽ വരുത്താനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഡയറക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും ഈ പറയുന്ന CBDT-യിലുള്ള എംപ്ലോയീസ് ആണ്. ഓക്കെ, അതുപോലെ ഇറ്റ് മേ അപ്പോയിന്റ് ആൻ IT അതോറിറ്റി ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ് ആണ്. അതായത് ഇവരാണ് ഈ പറയുന്ന IT അതോറിറ്റീസിനെ, നമുക്കറിയാം ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. ദെൻ അതായത് ഈ ബിലോ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് കമ്മീഷണർ, ഈ അസിസ്റ്റന്റ് കമ്മീഷണറുടെ താഴെ വരുന്ന അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ താഴെ വരുന്ന എല്ലാ അതോറിറ്റീസിനെയും അപ്പോയിന്റ് ചെയ്യുന്ന പവറും അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരൊക്കെ നിയമിക്കുന്ന പവറും ആർക്കാണ്, CBDT-ക്കാണ്. ഈ അസിസ്റ്റന്റ് കമ്മീഷണറെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ അതിന് മുകളിലുള്ള ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇറ്റ് മേ സ്പെസിഫൈ ദ ഫങ്ഷൻസ് ഓഫ് IT അതോറിറ്റീസ് ആണ് അല്ലേ. ആരൊക്കെ ഏതൊക്കെ വർക്കുകൾ ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണതും അവരുടെ ഫങ്ഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യണതൊക്കെ ഈ പറയുന്ന CBDT ആണ്. ഇറ്റ് മേ ഗെറ്റ് ഔട്ട് ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ IT അതോറിറ്റീസ് അല്ലേ. ഇവരാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസും IT അതോറിറ്റീസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഗൈഡ് ലൈൻസും പ്രിൻസിപ്പിൾസ് പ്രൊസീജിയേഴ്സ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് CBDT ആണ്. ഓക്കെ, ദെൻ ഇറ്റ് മേ ഡിറ്റർമൈൻ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് IT അതോറിറ്റി ആണ്. ഓരോ IT അതോറിറ്റിക്കും ഏതെല്ലാം മേഖലകളിലാണ് അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു ജൂറിസ്ഡിക്ഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഈ പറയുന്ന CBDT ആണ്. ഓക്കെ,
ഓരോ മേഖലകളാക്കിയിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഈ IT അതോറിറ്റീസിന് ഇന്ന മേഖല, ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യ, ഈ ഒരു ഏരിയയൊക്കെ ഓരോരുത്തർക്ക് അധികം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ പറയുന്ന CBDT-യിലെ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ പവേഴ്സിൽ വരുന്നതാണ്. അതുപോലെ ഇറ്റ് മേ ഓതറൈസ് അതിന് ഡയറക്ടർ ജനറൽ ഓർ ഡയറക്ടർ പെർഫോം ഫങ്ഷൻസ് ഓഫ് IT അല്ലേ. അപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ ഈ പറയുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യണം. ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ഡയറക്ടർ ടു പെർഫോം ദി IT ഫങ്ഷൻസ് ആണ്. ഈ പറയുന്ന ഫങ്ഷൻസ് ഓഫ് IT ഒക്കെ പെർഫോം ചെയ്യാനുള്ള ഈ പറയുന്ന വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യുന്നതും അവർ തന്നെയാണ്. ഇറ്റ് മേ എന്റർടൈൻ ഒബ്ജക്ഷൻസ് ആൻഡ് റിഗാർഡ് സെർച്ച് ആൻഡ് സീസർ അല്ലേ. ഈ പറഞ്ഞ സെർച്ച് ചെയ്യണമെങ്കിലും സീസ് ചെയ്യണമെങ്കിലൊക്കെ കണ്ടുകെട്ടനോ അല്ലെങ്കിൽ അവരെ സെർച്ച് ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ ചെയ്യുന്നതും അതിന് തടസ്സം നിൽക്കുന്നതും അതിന് അനുമതി കൊടുക്കുന്നതൊക്കെ എന്താണ്, ഈ പറയുന്ന ഈ ഒരു CBDT ആണ്. ഇറ്റ് മേ ഇഷ്യൂ ഓർഡേഴ്സ് ടു അഡ്മിറ്റ് ക്ലെയിം ഫോർ എക്സംഷൻസ്, ഡിഡക്ഷൻസ്, റീഫണ്ട് ഓർ റിലീഫ് ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി പീരീഡ് സ്പെസിഫൈഡ് ഫോർ ദ പർപ്പസ് ആണ് അല്ലേ. നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരുപാട് എക്സംഷൻസും ഡിഡക്ഷൻസും റീഫണ്ടും റിലീഫുകളൊക്കെ നമുക്ക് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ റീഫണ്ടുകളും കാര്യങ്ങളൊക്കെ എക്സ്പയർ ആയതിനു ശേഷം, ടൈം എക്സ്പയർ ആയതിനു ശേഷം പിന്നീട് അത് അലൗ ചെയ്യണമെങ്കിൽ, അത് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആര് ഇഷ്യൂ ചെയ്യും, ഈ പറയുന്ന CBDT ഇഷ്യൂ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പറയുന്ന എക്സംഷൻസും ഡിഡക്ഷൻസും റീഫണ്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുള്ളൂ. ആ വിത്തിൻ ദ ടൈം ലിമിറ്റ് അവർക്ക് എടുക്കാം ഈ പറഞ്ഞ നിയമപ്രകാരം. പക്ഷെ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ, എക്സ്പയർ ആയതിനു ശേഷം പിന്നീട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന CBDT-യുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഓക്കെ. ഇറ്റ് മേ ഡിക്ലെയർ എനി ഓർഗനൈസേഷൻ ആസ് എ കമ്പനിയാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫോംസ് ഓഫ് ബിസിനസ്സുകളുണ്ട്. അതിൽ ചില ഓർഗനൈസേഷൻസിന് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, CBDT കമ്പനിയായിട്ട് സ്പെസിഫൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ മാർക്കുണ്ട് ഈ പറയുന്ന നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിനുണ്ട്. അപ്പോൾ CBDT-ക്ക് നല്ല റോളുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പവറുകളും കാര്യങ്ങളും. ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പ്രധാനപ്പെട്ട ഹയസ്റ്റ് അതോറിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും, ഈ പോയിന്റുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഴുതാനൊക്കെ പറ്റും. മിനിമം ഒരു 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഇനി ആരാണ് അസസിങ് ഓഫീസർ നോക്കാം. ഒരു ഇൻഡിവിജ്വൽ ഓഫീസർ ആയിരിക്കും ഈ പറയുന്ന അസസിങ് ഓഫീസർ. ദെൻ അവർക്ക് അസസ്മെന്റ് ചെയ്യാൻ അല്ലെ, ഇപ്പൊ ഈ പറയുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവാം, ഈ പറയുന്ന ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ഓഫീസറെ പറയുന്ന പേരാണത് അസസിങ് ഓഫീസർ എന്ന് പറയും. അസസിങ് ഓഫീസർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓഫീസർ ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഹു ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ടാസ്ക് ഓഫ് അസസ്മെന്റ് ആണ്. ആർക്കാണോ ഈ അസസ്മെന്റിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്, ദേ ആർ കോൾഡ് അസസിങ് ഓഫീസർ എന്ന് പറയും. അതിനാരൊക്കെ വരാം, അസസിങ് ഓഫീസർ മീൻസ് അസിസ്റ്റന്റ് കമ്മീഷണർ വരാം, ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് വരാം, അസിസ്റ്റന്റ് ഡയറക്ടർ വരാം, ഡെപ്യൂട്ടി ഡയറക്ടർ വരാം, or the income tax officers who vested with relevant jurisdiction and also include the additional commissioner and okay, that means ഈ പറയുന്ന അവർക്കൊരു ഏരിയ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞു അല്ലേ. അങ്ങനെ ഏരിയ കൊടുത്തിട്ടുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കമ്മീഷണർ ആവാം, അസിസ്റ്റന്റ് കമ്മീഷണർ ആവാം, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാം, ഡെപ്യൂട്ടി ഡയറക്ടർ ആവാം. ഇവരൊക്കെ ആരായിട്ട് വരാം, ഈ പറയുന്ന അസസിങ് ഓഫീസർ ആയിട്ട് വരാം. അവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇതാണ്, അസസ് ചെയ്യുക. ഈ പറയുന്ന ആരൊക്കെയാണോ റിട്ടേൺസ് ഫയൽ ചെയ്യണത് അവർക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. ഓക്കെ. ഇനി നെക്സ്റ്റ് ടാക്സ് റിക്കവറി ഓഫീസർ ആണ്. ഓക്കെ, ടാക്സ് റിക്കവറി ഓഫീസർ നോക്കാം നമുക്ക്. ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ IT ഓഫീസർ തന്നെയാണ്, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ തന്നെയായിരിക്കും. അവർ ഈ പറയുന്ന നമുക്ക് ഈ ഏതെങ്കിലും ഒരു വ്യക്തി ഡീഫോൾട്ട് വരുത്തുകയാണ്, ഈ പറയുന്ന ടാക്സ് പേ ചെയ്യുന്നതിൽ ഏതെങ്കിലും വ്യക്തികൾ ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അവരെ കയ്യിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ റൈറ്റ് ഉള്ള ഓഫീസറാണത് ടാക്സ് റിക്കവറി ഓഫീസർ എന്ന് പറയും. സോ ടാക്സ് റിക്കവറി ഓഫീസർ മീൻസ് എനി IT ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ ചീഫ് കമ്മീഷണർ ഓഫ് ദി ഇൻകം ടാക്സ് ആണ്. ഈ ചീഫ് കമ്മീഷണർ ആണ് അതിനെന്ത് ചെയ്യുക, അയാളെ ചുമതലപ്പെടുത്തുക. ഇതിനാണ് ടു എക്സസൈസ് ദി പവേഴ്സ് ഓഫ് എ ടാക്സ് റിക്കവറി ഓഫീസർ ആണ്. ഒരു ടാക്സ് റിക്കവറി ഓഫീസറുടെ ഒരുപാട് പവേഴ്സ് ഉണ്ട്, അത് ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഓഫീസറെ പറയുന്ന പേരാണ് ടാക്സ് റിക്കവറി ഓഫീസർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ.
ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് അതോറിറ്റീസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇവിടെ തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഇത്രയും അതോറിറ്റീസ് നമുക്ക് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിന് പുറമെ വേറെയും ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. ഇവരൊക്കെ ആരാണ് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് മേ അപ്പോയിന്റ് സച്ച് പേഴ്സൺസ് ആസ് തിങ്ക് ഇറ്റ് ഫിറ്റ് ടു ബി ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. അതായത് ഈ ഗവൺമെന്റിന് തോന്നുകയാണ് ഇയാളെയാണ് നമുക്ക് ഇതിന് ഉചിതമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദെൻ അയാളെ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുക. പിന്നെ അതിന് താഴെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ പറഞ്ഞു CBDT ആണ് അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ the central government may authorize the board to appoint income tax authorities below the rank of assistant commissioner or deputy commissioner ആണ്. അപ്പോൾ ആദ്യം ഈ ബോർഡിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ബോർഡ് ടു അപ്പോയിന്റ് ഒരു ബോർഡിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യും. CBDTയുടെ അണ്ടറിലുള്ള ഒരു ബോർഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ദെൻ പിന്നെ അവർക്ക് അധികാരം കൊടുക്കുകയാണ് ഈ അസിസ്റ്റന്റ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെയോ കീഴിലുള്ള അല്ലെങ്കിൽ അതിന്റെ താഴെ വരുന്ന ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആ ഒരു CBDTക്കാണ് പിന്നീട് പവർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണ്ടു. മിക്കവാറും ഈ പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മളുടെ ഇന്ത്യൻ സിവിൽ സർവീസിലെ, ദാറ്റ് മീൻസ് നമ്മളുടെ IRS ഉദ്യോഗസ്ഥരായിരിക്കും, ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥരായിരിക്കും പ്രധാനമായിട്ടും ഈ പറഞ്ഞ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെയും അതുപോലെ തന്നെ അത്തരം ഈ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടൊക്കെ IT ഉദ്യോഗസ്ഥരായിട്ടായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുക. പിന്നീട് അവരാണ് അതിന്റെ താഴെ വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പല എക്സാമുകളായിട്ടും പല സെന്റേഴ്സിലെയും പല എക്സാമുകളൊക്കെ നടക്കാറുണ്ട്, അതിലൂടെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കൺട്രോൾ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ഓക്കെ, ബോർഡാണ് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അല്ലെ, കൺട്രോൾ ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ദ ബോർഡ് കൺട്രോൾ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബോർഡാണ് ഇത് ചെയ്യുക സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിലെ സെൻട്രൽ ബോർഡാണ്. CBDT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോർഡാണ്. ആ ബോർഡാണ് കൃത്യമായിട്ട് ഈ പറയുന്ന ടാക്സ് അതോറിറ്റീസ് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ബോർഡാണ്. ആ ബോർഡാണ് പിന്നീട് എന്ത് ചെയ്യുക, അസിസ്റ്റന്റ് കമ്മീഷണറുടെയും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ താഴെ വരുന്ന കീഴിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന റൈറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ the assessee is required to pay tax on current income by installment during the financial year itself is called advance payment of tax ആണ്. അതായത് അസസി എന്ത് ചെയ്യണം, അയാളുടെ ഈ വർഷത്തെ കറണ്ട് ഇൻകത്തിന് അയാളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ടാവും. ആ ടാക്സ് എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം. അങ്ങനെ അടക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയും. മനസ്സിലായോ? ഒന്നും കൂടി പറയാം. ഇപ്പോൾ എനിക്ക് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ടാക്സ് അടക്കുന്ന ഒരു വ്യക്തിയെന്ന് വിചാരിക്കാം. ദെൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഇൻകംസ് എനിക്ക് ഈ വർഷം റിപ്പീറ്റ് ചെയ്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഞാൻ ഈ വർഷം ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ. അപ്പൊ ആ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് ഞാൻ ഇൻകം ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, വർഷം അവസാനം എനിക്ക് ടോട്ടൽ ഇൻകം എത്ര വന്നു എന്നുള്ളതൊക്കെ കിട്ടുള്ളൂ. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണം, ഒരു റഫായിട്ട് ഞാനൊരു എൻ്റെ ടാക്സ് ഇത്രയായിരിക്കും വരിക എന്നുള്ളത് എന്ത് ചെയ്യണം, ഞാൻ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു എമൗണ്ട് ഞാൻ കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറയുന്നുണ്ട്, ആ ഡേറ്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഗവൺമെന്റിലോട്ട് അടക്കണം. അങ്ങനെ അടക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയും. ഓക്കെ, സോ ദ അസസി ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ കറന്റ് ഇൻകം. കറന്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻകം ആണ് അല്ലെ. ഈ വർഷം അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത് കമ്പ്യൂട്ട് ചെയ്യും. സോ ആ കറന്റ് ഇൻകത്തിന് എന്ത് ചെയ്യണം, റിക്വയർഡ് ടു പേ ടാക്സ് ആണ്, ടാക്സ് അടക്കണം. എങ്ങനെ, ബൈ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ടാക്സ് അടക്കണം. ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അങ്ങനെ നമ്മൾ അടക്കുന്ന ടാക്സിന് പറഞ്ഞ പേരാണ് ഈ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയും. ഓക്കെ, സോ ഇൻസ്റ്റാൾമെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് അടക്കേണ്ടത്, ഓൺ ഓർ ബിഫോർ 15th ജൂൺ ആണ്. ഫസ്റ്റ് നമ്മൾ അടക്കേണ്ടത് ജൂൺ 15 അല്ലെങ്കിൽ ജൂൺ 15 അതിന് മുമ്പായിട്ട് നമ്മുടെ ടാക്സിന്റെ നമ്മളൊരു റഫായിട്ട് എമൗണ്ട് ഓഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അതിന്റെ 15% നമ്മൾ എന്ത് ചെയ്യണം, അടച്ചിരിക്കണം. ഓക്കെ, ദെൻ സെപ്റ്റംബർ 15 മുമ്പായിട്ട് നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ടാക്സിന്റെ
45% എന്ത് ചെയ്യണം, നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. അതുപോലെ ഡിസംബർ 15th ആവുന്നതിന് മുമ്പ്, ഡിസംബർ ബിഫോർ ഓൺ ഓർ ബിഫോർ 15th ഡിസംബർ ആണ് നമ്മൾ 75%, നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ടാക്സിന്റെ 75% നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യണം. അതുപോലെ ഓൺ ഓർ ബിഫോർ 15th മാർച്ച് 15 ആവുന്നതിന് മുമ്പ് നമ്മളുടെ ടാക്സ് എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ചെറിയ എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ടിന്റെ 100% നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഗവൺമെന്റിലോട്ട് ടാക്സ് പേ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് അസസ്മെന്റുകൾ ടാക്സ് കൊടുക്കാന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷം തന്നെ നമ്മൾ ഈ പറയുന്ന ടാക്സ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദ അസസി ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട്. ഇനി ആരാണ്, അപ്പോൾ ഇതാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞല്ലോ കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, മേ ബി 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. ഇനി അസസി ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട് ആണ്. ആരാണ് ഡീംഡ് ടു ബി ഡീഫോൾട്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീംഡ് ടു ബി ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാ, നമുക്ക് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ടാക്സ് അടക്കാതിരിക്കുകയാണെങ്കിൽ അയാളാണ് നമ്മൾ എന്ത് പറയുക, ഡീംഡ് ടു ബി ഡീഫോൾട്ട് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് മാറുക അല്ലെ. അസസി ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട് ആണ്. ഒരു അസസി ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട് ആയിട്ട് കണക്കാക്കുക, അയാൾ ടാക്സ് അടക്കുന്ന കാര്യത്തിൽ അയാൾ ഫെയിൽ ആവുന്ന വ്യക്തിയാണ്. നോക്കാം നമുക്കൂടെ. ആൻ അസസി ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആണ്. ഈ പറയുന്ന സിറ്റുവേഷൻസിലാണ് ഒരു അസസിയെ ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് വൺ, when the assessee failed to pay advance tax installment on due date ആണ്. നമ്മളിവിടെ ഡ്യൂ ഡേറ്റുകൾ പറഞ്ഞു, ഓൺ ഓർ ബിഫോർ 15th ജൂൺ, 15th സെപ്റ്റംബർ, 15th ഡിസംബർ, 15th മാർച്ച് എന്നൊക്കെ പറഞ്ഞു. അതാണ് അതിന്റെ ഡ്യൂ ഡേറ്റ്. ഓരോ പെർസെൻറ്റേജും പറഞ്ഞു അല്ലെ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ടാക്സിന്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു. ആ എമൗണ്ട് ആ ഡ്യൂ ഡേറ്റിൽ നമ്മൾ അടക്കാൻ പരാജയപ്പെടുന്ന ഒരു അസസിയെ നമ്മൾ എന്ത് ചെയ്യും, അയാൾ ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ an assessee deemed to be in default in the following situations ആണ്. ഇത് ഫസ്റ്റ് വൺ, when an assessee failed to pay advance tax ആണ്. നമ്മളിവിടെ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ അത് അടക്കാതിരിക്കുന്ന ഒരു അസസിയെ നമ്മൾ ഈ പറയുന്ന ഡീംഡ് ടു ബി ഡീഫോൾട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ രണ്ടാമത്തത്, when the assessee does not send the estimate on his current income ആണ് അല്ലേ. നമ്മൾ കറണ്ട് ഇൻകത്തിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കാത്ത ഒരാൾ, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ടാക്സ് അടച്ചുകൊണ്ടിരുന്നൊരു അസസിയാണ്, അയാൾ ഈ വർഷം അയാളുടെ കറണ്ട് ഇൻകത്തിന്റെ എസ്റ്റിമേറ്റ്, ഇവിടെ നോട്ട് ചെയ്യണം, എസ്റ്റിമേറ്റ് എന്നാണ് പറഞ്ഞത്. ഈ വർഷം അയാൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഇൻകത്തിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇൻകം എന്ന് പറയുക. അപ്പോൾ ആ എസ്റ്റിമേറ്റ് ഇൻകത്തിന്റെ എന്ത് കൊടുക്കണം, നമ്മൾ കൃത്യമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് ഇത്ര ഇൻകംസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. ആ എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുക്കാത്ത അല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാത്ത വ്യക്തികളെയും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, ഈ പറയുന്ന ഡീംഡ് ടു ബി ഡീഫോൾട്ട് ഉള്ള അസസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ വെൻ ദ അസസി ഡസ് നോട്ട് സെൻഡ് ദ എസ്റ്റിമേറ്റ് ഓഫ് ഹിസ് കറന്റ് ഇൻകം ആണ്, അയാളുടെ കറന്റ് ഇൻകത്തിന്റെ എസ്റ്റിമേറ്റ് അയാൾ സെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അയാൾ ഡീഫോൾട്ട് അസസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഈ ഇങ്ങനെ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ അഡ്വാൻസ് പേയ്മെന്റ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഓരോ മാസത്തിനും അയാൾ 1% വെച്ചിട്ട് എന്ത് ചെയ്യണം, അയാളുടെ അടക്കേണ്ട എമൗണ്ട് ഓഫ് ടാക്സിന്റെ 1% അയാൾ ടാക്സ് ഇൻട്രസ്റ്റ് ആയിട്ട് അയാൾ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് കൊടുക്കേണ്ടി വരും, അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? സോ ഇഫ് ആൻ അസസി ഹാസ് ഫെയിൽ ടു പേ ഇൻ അഡ്വാൻസ് ടാക്സ്, ഈ പറയുന്ന അഡ്വാൻസ് ടാക്സ് ഈ പറഞ്ഞ പോലെ അയാൾ എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ കറണ്ട് ഇൻകത്തിന്റെ എസ്റ്റിമേറ്റ് സെൻഡ് ചെയ്തിട്ടില്ല, അത് മാത്രമല്ല ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അയാൾ ടാക്സും അടച്ചിട്ടില്ല, അഡ്വാൻസ് ടാക്സും അടച്ചിട്ടില്ലെങ്കിൽ അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, അതാണ് ഇഫ് ആൻ അസസി ഹാസ് ഫെയിൽ ടു പേ ഇൻ അഡ്വാൻസ് ടാക്സ് ഹി ഷാൾ ബി ലാബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 1% ഓഫ് എവറി മന്ത് ആണ്. അയാൾ ഏതൊക്കെ മാസം അയാൾ ടാക്സ് അടച്ചിട്ടില്ല ആ മാസങ്ങളിലൊക്കെ അയാൾ അടയ്ക്കേണ്ട എമൗണ്ട് ഓഫ് ടാക്സിന് 1% വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് 1% അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. അതുപോലെ തന്നെ SSC ഇൻ ഡീഫോൾട്ട്, ഡീംഡ് ടു ബി ഡീഫോൾട്ട് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻകം ടാക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇൻകം ടാക്സ് ദാറ്റ് മീൻസ് ഡയറക്റ്റ് ടാക്സ് ആണ്. ആ ടാക്സ് പ്രധാനമായിട്ടും ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മൾ ഇനി ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് ഇൻകം ടാക്സ് കളക്ഷൻ ആണ്. എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന്
ഈ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ പ്രധാനമായിട്ടും 5 മെത്തേഡുകളിലൂടെയാണ് കളക്ട് ചെയ്യുന്നത്. അതിലൊന്ന് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്, TDS എന്ന് പറയും. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, അതായത് ആ ഇൻകം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ അസസിയുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടേ അയാൾക്ക് ഇൻകം കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ TDS പിടിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻകം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? TDS പിടിച്ചിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നത് എനിബഡി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലോട്ടറി. യെസ്, ലോട്ടറി അല്ലേ. ലോട്ടറി ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവും? 10,000 രൂപയുടെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് TDS പിടിക്കും 10%. ഓക്കെ, അപ്പോൾ അതാണ് TDS. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ലോട്ടറി എന്ന് പറയുന്ന ഇൻകം കിട്ടുമ്പോൾ തന്നെ ആ സോഴ്സിനെ എന്ത് ചെയ്യാണ്, അവർ ആ ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യാണ്. അതായത് ഇൻകം പേ ചെയ്യാനും ഇപ്പോൾ സാലറിയുടെ കേസിൽ എന്തുണ്ട്, ഈ TDS ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചില ചില എംപ്ലോയിക്ക് ഇത്രയിലധികം എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാലറി ഉണ്ടെങ്കിൽ, അയാളുടെ എംപ്ലോയർ എന്ത് ചെയ്യണം, അതിൽ നിന്നും TDS പിടിച്ചിട്ടേ എംപ്ലോയിക്ക് എന്ത് കൊടുക്കാൻ പാടുള്ളൂ, സാലറി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ TDS പിടിക്കാറുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് പ്രധാനപ്പെട്ട മെത്തേഡുകളാണ്, ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളാണ്. അതിലൊന്ന് TDS ആയിട്ട് എന്ത് ചെയ്യും, ഗവൺമെന്റ് ഈ പറഞ്ഞ ടാക്സ് പിടിക്കാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻകം ടാക്സ് പിടിക്കാറുണ്ട്. അപ്പോൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്. എവിടെ നിന്നാണോ ഇൻകം കിട്ടുന്ന സോഴ്സ് അവിടെ നിന്ന് തന്നെ ടാക്സ് പിടിച്ചിട്ട് അതിന്റെ ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആ അസസിക്ക് കൊടുക്കുകയാണ്. രണ്ടാമത് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആണ്. ഈ TDS പോലെ തന്നെ TCS, ഈ പറഞ്ഞ TCS എന്നാണ് ഇതിനെ പറയട്ടെ, കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് എന്ന് പറയും. ആ സോഴ്സിൽ നിന്ന് തന്നെ പിടിക്കുന്ന ഒരു ടാക്സ് തന്നെയാണ് ഈ പറഞ്ഞ TCS എന്ന് പറയും. ഓക്കെ, പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അപ്പോൾ TDS പിടിക്കും, TCS പിടിക്കും. അതുപോലെ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞില്ലേ. ഒരാൾക്ക് കറണ്ട് ഇൻകം ഇത്ര അധികം എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അതിന്റെ മുകളിൽ ടാക്സ് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഇന്ന മാസത്തിൽ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഗവൺമെന്റിലോട്ട് അടക്കണം. അങ്ങനെയും ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇൻകം ടാക്സ് ഗവൺമെന്റിലോട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 മെത്തേഡായി. പിന്നെ പേയ്മെന്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെന്റ് ആണ്. ഇപ്പോൾ സ്വയം സെൽഫ് അസസ്മെന്റിലൂടെ ഇപ്പോൾ അസസികളൊക്കെ എന്ത് ചെയ്യുക, സെൽഫ് അസസ്മെന്റ് നടത്തിയിട്ട് അയാൾ ടാക്സ് നേരിട്ട് ഗവൺമെന്റിലോട്ട് അടക്കുക. ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് അടക്കുക. അതും ഒരു മെത്തേഡാണ് ടാക്സ് കളക്ട് ചെയ്യുന്ന. പിന്നെ നോട്ടീസ് ഓൺ ഡിമാൻഡ്, ആവശ്യപ്പെടുകയാണ് ടാക്സ് അടക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ആരാണോ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി അയാളോട് ആവശ്യപ്പെടുകയാണ് ടാക്സ് അടക്കാൻ. ഇങ്ങനെ ഈ 5 രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകൾ കളക്ട് ചെയ്യണത്. അതിൽ ഫസ്റ്റത്തെ കേസ് നോക്കാം നമുക്ക്. TDS എന്ന് പറയും. ഓക്കെ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. നോക്കാം നമുക്ക് ഇതെന്താ സംഭവം എന്നുള്ളത്. ഇറ്റ് ഈസ് ദ കൺവീനിയന്റ് മെത്തേഡ് ഓഫ് ടാക്സ് കളക്ഷൻ ആണ് അല്ലെ. ഏറ്റവും സുഖകരമായിട്ട് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി പറയുന്ന ഈ ഒരു TDS പിടിക്കുക എന്ന് പറയുന്നത്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഗവൺമെന്റിലോട്ട് അതിന്റെ ഒരു ടാക്സ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറെ ടൈം എടുക്കും അല്ലേ. അപ്പൊ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഇൻകം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ടാക്സ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് ഇതിനെ ഇറ്റ് ഈസ് ആൻ കൺവീനിയന്റ് മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ദെൻ ഇത് പിന്നാലെ നടക്കണ്ട. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗവൺമെന്റിന് ഈ പറഞ്ഞ എമൗണ്ട് കിട്ടുകയും ചെയ്യും. സോ എ റെസ്പോൺസിബിൾ പേഴ്സൺ making payment of certain incomes is generally bound to deduct the tax on such income at the prescribed rate ആണ്. Okay, the amount so deducted at a source shall be deposited to government within the prescribed time limit. The tax so deducted is called TDS. That means tax deducted at source ആണ്. അതായത് എ റെസ്പോൺസിബിൾ പേഴ്സൺ, ഈ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ ലോട്ടറി നടത്തുന്ന കമ്പനി ഉണ്ട്, അവരാണ് അവിടെ റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് ഇൻട്രസ്റ്റ് തരും. അപ്പോൾ അവിടെ ആ ഇൻട്രസ്റ്റ് തരുന്ന ബാങ്കാണ് അവിടുത്തെ റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ, അതുപോലെ നമുക്ക് സാലറിക്ക് ഇപ്പോൾ TDS എടുക്കുന്നുണ്ടെങ്കിൽ ആ സാലറി തരുന്ന എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ ആ കമ്പനിയാണ് അവിടെ റെസ്പോൺസിബിൾ പേഴ്സൺ. എന്ത് റെസ്പോൺസിബിൾ പേഴ്സൺ ആ മേക്കിംഗ് പേയ്മെന്റ് ഓഫ് സെർട്ടൻ ഇൻകം, ചില ഇൻകംസ് കൊടുക്കണ അല്ലെങ്കിൽ അത് കൊടുക്കാൻ ബാധ്യസ്ഥനായ
റെസ്പോൺസിബിൾ പേഴ്സൺ എന്ത് ചെയ്യണം, ഈസ് ലീഗലി ബൗണ്ട് ടു ഡിഡക്റ്റ് ദ ടാക്സ് ആണ്. എന്ത് ചെയ്യണം, അവർ നിയമപരമായിട്ട് ആ കൊടുക്കുന്ന ഇൻകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ TDS ഡിഡക്റ്റ് ചെയ്യണം. ബൗണ്ട് ടു ഡിഡക്റ്റ് ടാക്സ്, അതിന് TDS പിടിച്ചിട്ട് സച്ച് ഇൻകം അറ്റ് ദി പ്രിസ്ക്രൈബ്ഡ്, അത് കൃത്യമായിട്ട് ഓരോന്നിനും ഇപ്പോൾ സാലറിക്ക് എത്രയാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതുപോലെ നമ്മളുടെ ഇൻട്രസ്റ്റിന് എത്രയാണ്, അതുപോലെ ഈ പറഞ്ഞ ക്യാഷ് ഇൻകം ലൈക്ക് ലോട്ടറിക്കൊക്കെ 30% ആണ് അല്ലേ, അതിനൊക്കെ 30%. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇൻകം പേ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി അതിൽ നിന്നും ആ ഒരു ടാക്സ് ഡിഡക്റ്റ് ചെയ്തിരിക്കണം. എന്നിട്ടോ ദ എമൗണ്ട് സോ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഷാൾ ബി ഡെപ്പോസിറ്റഡ് ടു ഗവൺമെന്റ് ആണ്, വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ആണ്. ആ പറഞ്ഞ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ അത് ഗവൺമെന്റിലോട്ട് അവർ പേ ചെയ്യുകയും വേണം. ഇപ്പോൾ ഈ ലോട്ടറി ഒക്കെ നടക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലോട്ടറി നടത്തുന്ന കമ്പനികൾ ടാക്സ് പിടിച്ചിട്ട് ഇപ്പോൾ 1 ലക്ഷം അടിച്ചാൽ 30,000 രൂപ എന്ത് ചെയ്യും, അവർ ഈ TDS ആയിട്ട് പിടിക്കും അല്ലേ. ആ 30,000 എന്ത് ചെയ്യാൻ പാടില്ല, ആ ലോട്ടറി കമ്പനി അവരുടെ കയ്യിൽ വെക്കാൻ പാടില്ല. ആ ഗവൺമെന്റ് പറയുന്ന ഒരു എമൗണ്ട്, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ആ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ എമൗണ്ട് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇപ്പോൾ സാലറി, ഇപ്പോൾ എംപ്ലോയർ TDS പിടിച്ചിട്ട് എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയാണെങ്കിൽ ആ പിടിക്കുന്ന TDS എമൗണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഗവൺമെന്റിലോട്ട് അടിച്ചിരിക്കണം. അല്ലാതെ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെ പിടിക്കുന്ന എമൗണ്ട് ഓഫ് ടാക്സിനെ പറയുന്ന പേരാണ് TDS എന്ന് പറയും, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലാന്ന്? ഓക്കെ, നോക്കാം, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇനി ആരൊക്കെയാണ് TDS പിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ഇൻകത്തിനാണ് TDS പിടിക്കേണ്ടത്? ഇതിൽ ഫസ്റ്റ് വന്ന സാലറിയാണ്. ഓക്കെ, സാലറി കൊടുക്കുമ്പോൾ ഇത് ചെയ്യണം, ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സാലറി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ TDS പിടിച്ചതിന് ശേഷം മാത്രമേ അത് എംപ്ലോയിക്ക് സാലറി കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് ഫസ്റ്റ് കേസ് എന്താണ്, TDS പിടിക്കുന്നത് സാലറിയുടെ കേസിലാണ്. എംപ്ലോയർ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ TDS പിടിച്ചിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. The person responsible for paying salary to his employee deducted income tax from at the rate in force ആണ്. ഇനി പിടിക്കേണ്ടത്, the tax can be deducted at the source only when the employee anticipated salary exceed the minimum taxable limit ആണ്. ഓക്കെ, ഈ പറയുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി മിനിമം ഇല്ല, നമുക്കറിയാം ആ ഒരു ലിമിറ്റ് നമുക്കറിയാം. എക്സംഷൻ ലിമിറ്റ് എത്രയാ, നമുക്ക് ടാക്സ് അടക്കാനുള്ള എക്സംഷൻ ലിമിറ്റ് എത്രയാ, എത്ര എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടക്കേണ്ടി വരിക, ഇത്ര എമൗണ്ട് ഓഫ് ഇൻകം ഒന്ന് പറഞ്ഞേ. സ്ലാബ് റേറ്റ് വെച്ചിട്ടേ നമ്മൾ ടാക്സ് അടക്കേണ്ട ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, എക്സംഷൻ ലിമിറ്റ്. എത്ര വരെയാണ് നമുക്ക് എക്സംഷൻ ലിമിറ്റ് കിട്ടുക? 2,50,000 നോർമൽ കേസ്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 lakh. സൂപ്പർ സീനിയർ ആണെങ്കിൽ 5. 5 lakh. ആ ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയാണ്, ഓരോ മാസം കൊടുക്കുന്ന സാലറി ഒക്കെ പാടെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ സാലറി എന്ന് പറയുന്ന എമൗണ്ട് ഈ പറഞ്ഞ എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന തോന്നിക്കഴിഞ്ഞാൽ എംപ്ലോയർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിന് TDS പിടിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞ ഈ ഒരു എമൗണ്ട് ഓഫ് സാലറി കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ, ഇനി അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഡിപ്പെൻസ് ഓൺ അയാളുടെ സാലറിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു എമൗണ്ട് വരിക കേട്ടോ. ഇനി അപ്പോൾ ഒന്ന് സാലറി ആണ് കേട്ടോ, ഫസ്റ്റത്തെ ഇൻകം സാലറിയാണ്, TDS പിടിക്കേണ്ട ഒരു ഇൻകം സാലറിയാണ്. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ ഡിബഞ്ചർ, അതുപോലെ ബോണ്ടുകൾ, അതുപോലെ നമ്മുടെ ഷെയറുകൾ, ഇത്തരം സെക്യൂരിറ്റീസിനെയാണ് ഇവിടെ സെക്യൂരിറ്റീസ് എന്ന് മീൻ ചെയ്യുന്നത്. അത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ, സോ ഡിബഞ്ചറിനോ ബോണ്ടിനോ നമുക്ക് വല്ല ഇൻട്രസ്റ്റും കിട്ടുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് ആ കമ്പനി, ആരാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത കമ്പനി, അല്ലെങ്കിൽ ഏതാണോ ഇപ്പോൾ ഗവൺമെന്റുകളാണെങ്കിൽ ഗവൺമെന്റ്, അത്തരം കമ്പനികൾ എന്ത് ചെയ്യണം, ആ പറയുന്ന ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിന് TDS പിടിച്ചതിന് ശേഷം മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ.
അതുപോലെ ഡിവിഡൻഡ് ആണ് അല്ലെ, ഡിവിഡൻഡ് ആർക്ക് കിട്ടുന്നതാ, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറയും അല്ലെ. ദെൻ കമ്പനിയാണ് കൊടുക്കുക, അതിന്റെ റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കിട്ടുക. സോ ഇത്തരം ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കമ്പനികൾ ഈ പറഞ്ഞ TDS പിടിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് ആ ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, സാലറി. ഇനി ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് വല്ല, ബാങ്കിലൊക്കെ നമ്മൾ FD ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള രീതിയിലുള്ള ഇൻട്രസ്റ്റുകൾ കിട്ടാം അല്ലെ. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല അത്, അതാണ് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അത്തരം കേസുകളിലും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ബാങ്കുകൾ കൃത്യമായിട്ട് അതിന്റെ TDS പിടിച്ചതിന് ശേഷം മാത്രമേ ഈ ഡെപ്പോസിറ്റേഴ്സിന് എന്ത് കൊടുക്കാൻ പാടുള്ളൂ, അതിന്റെ ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ വിന്നിങ് ഫ്രം ലോട്ടറി ഓർ ക്രോസ് വേർഡ് പസിൽസ് അല്ലെ, ലോട്ടറിയുടെ കേസൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അതുപോലെ ക്രോസ് വേർഡ് പസിൽസുകളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അതിത്തെ വിന്നേഴ്സിന് എന്തെങ്കിലും പ്രൈസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ TDS പിടിച്ചിരിക്കണം. ഹോഴ്സ് റേസസ് അല്ലെ, കുതിരയോട്ട മത്സരങ്ങളിലെ വിജയികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൈസ് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ TDS പിടിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഇൻഷുറൻസ് കമ്മീഷൻ അല്ലെ, നമുക്കറിയാം ഈ ഇൻഷുറൻസ് ഏജന്റുകൾക്കൊക്കെ എന്താ കിട്ടുക, ഇൻഷുറൻസ് കമ്മീഷനാണ് കിട്ടുക. അത്തരം കമ്മീഷൻ കിട്ടുന്ന സമയത്ത് ആ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് TDS പിടിച്ചതിന് ശേഷം മാത്രമേ ആ ഏജന്റുമാർക്ക് ആ കമ്മീഷൻ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇൻഷുറൻസ് ഏജന്റുമാരുണ്ട് അല്ലേ. ദെൻ അവർക്കൊക്കെ കമ്മീഷൻ കൊടുക്കുമ്പോൾ ആ കമ്മീഷൻ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി TDS മാത്രമേ ആ കമ്പനി എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞ ഈ ഒരു ഏജന്റുമാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ പേയ്മെന്റ് അണ്ടർ എ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസി നമ്മൾ എക്സ്പയർ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻഷുറൻസ് പോളിസി കിട്ടും അല്ലേ. ആ പോളിസി എമൗണ്ട് ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 20 ലക്ഷം ആണെങ്കിൽ ആ ലക്ഷം എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോളിസി ഹോൾഡർക്ക് കിട്ടും. അത് കിട്ടുന്ന സമയത്ത് TDS പിടിച്ചിട്ടേ കൊടുക്കാൻ കമ്പനികൾ പാടുള്ളൂ. ഓക്കെ, പേയ്മെന്റ് ഓഫ് NSS നാഷണൽ സർവീസ് സ്കീമാണ്. NSSലോട്ട് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ TDS പിടിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. പേയ്മെന്റ് ഓഫ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് അല്ലേ, ഇപ്പോൾ എന്തെങ്കിലും കമ്മീഷനോ എന്തെങ്കിലും ബ്രോക്കറേജ് ഒക്കെ നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മീഷനുകളോ ബ്രോക്കറേജ് കൊടുക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ TDS പിടിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ പേയ്മെന്റ് അണ്ടർ സ്പെസിഫൈഡ് അഗ്രിമെന്റുകളാണ്. ചില സ്പെസിഫൈഡ് അഗ്രിമെന്റുകൾ പ്രകാരം എന്തെങ്കിലും പേയ്മെന്റുകൾ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്തും ഈ പറഞ്ഞ പോലെ TDS പിടിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ പേയ്മെന്റ് ഓഫ് ഫീസ് ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസ് ആണ് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സർവീസുകളും അതുപോലെ പ്രൊഫഷണൽ ഈ പറഞ്ഞ ഡോക്ടേഴ്സ്, ലോയേഴ്സ് പോലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളുടെ കേസിലും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന TDS പിടിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു സംഭവം കൊടുക്കാൻ പാടുള്ളൂ. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും TDS പിടിക്കേണ്ട സമയം അല്ലെങ്കിൽ ഇൻകംസ് എന്ന് പറയുന്നത്. ഇത്രയും ഇൻകംസ് അത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി അല്ലേ. ഇവിടെ നമ്മൾ TDSന്റെ കേസിലൂടെ പറഞ്ഞത് അങ്ങനെയാണ്. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ അല്ലേ, റെസ്പോൺസിബിൾ മേക്കിംഗ് പേയ്മെന്റ് ആണ്. ആരാണോ ഈ പറയുന്ന ഇൻകം കൊടുക്കാൻ, ഈ പറയപ്പെടുന്ന ഇൻകംസ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം, ഈ ഇൻകം കൊടുക്കുന്നതിന് മുമ്പ് TDS പിടിച്ചിരിക്കണം. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് TDSുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് റിക്കവറി ഓഫ് ടാക്സ് ആണ്. റിക്കവറി ഓഫ് ടാക്സ് ഓഫീസറുടെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. റിക്കവറി ഓഫ് ടാക്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടാക്സ് പിടിക്കാൻ ആരാണോ ബാധ്യസ്ഥ അല്ലെ, ഇത്തരം ഈ പെനാൽറ്റികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീഫോൾട്ട് വരുത്തിയ ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്ന് പറയാം, ഈ പറഞ്ഞ പോലെ ഈ ഒരു റിക്കവറി ഓഫ് ടാക്സ് ഓഫീസർ എന്ന് പറയാം. So recovery of tax refers to the process by which tax authorities collect taxes that were previously unpaid and assessee ആണ്. അതായത് അസസി പ്രീവിയസ്ലി മുൻകാലങ്ങളിൽ പേ ചെയ്യാത്ത ഏതെങ്കിലും ടാക്സുകൾ കളക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയും. മുൻകാലങ്ങളിൽ അടയ്ക്കാത്ത അൺപെയ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടാക്സ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയാം. സോ
ദ അരിയേഴ്സ് ഓഫ് ടാക്സ് അല്ലെ, അടക്കാത്ത എമൗണ്ട് ഓഫ് ടാക്സ് ആവാം, ഇൻട്രസ്റ്റ് ആവാം. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ചെയ്യാത്ത കാരണത്താൽ അല്ല ഇൻട്രസ്റ്റും ഈ പറഞ്ഞ വ്യക്തികൾ അടക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ റിക്കവറി ആയിട്ട് അല്ലേ. അതുപോലെ പെനാൽറ്റി, ഇപ്പോൾ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയ കാരണത്താൽ ഇൻകം ടാക്സ് അതോറിറ്റി അസസിക്ക് വല്ല പെനാൽറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് or any other sum payable under the act can be recovered by following modes ആണ്. അപ്പോൾ ഇത്തരം എമൗണ്ടുകൾ തിരിച്ചു പിടിക്കുന്നതിനെ പറയുന്ന പേരാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയും. സോ അതെങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ആണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് ടു റിക്കവറി ഓഫീസ്. അതായത് ഇത്തരം അരിയേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമൗണ്ട് ടാക്സിന്റെ രൂപത്തിൽ ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പേ ചെയ്യാൻ ബാധ്യതയുള്ള ഒരു വ്യക്തി അടച്ചിട്ടില്ലെങ്കിൽ, ദാറ്റ് മീൻസ് അത് അൺപെയ്ഡ് ആണെങ്കിൽ ആ എമൗണ്ട് ഈ താഴെ പറയുന്ന മോഡ് പ്രകാരം എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ഓക്കെ, അതിൽ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസറാണ്. ഇത് പറഞ്ഞാൽ when an assessee is in default in making payment of tax, അല്ലെങ്കിൽ ഇങ്ങനെ ടാക്സ് അടക്കുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട് ഒരു അസസി. ദ ടാക്സ് റിക്കവറി ഓഫീസർ വിൽ ഡ്രോ അപ്പ് എ സർട്ടിഫിക്കറ്റ്, ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്യും. അതിലെന്താ ഉണ്ടാവുക, എമൗണ്ട് ഓഫ് അരിയേഴ്സ് ഡ്യൂ ആണ്, എമൗണ്ട് ആട്ടത്, എമൗണ്ട് കൊടുക്കേണ്ട ഒരു എമൗണ്ട് അയാളെ കയ്യിൽ നിന്ന് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അയാൾ എഴുതും. ഓക്കെ, the assessee and shall proceed to recover the specified amount adopting the following modes. എന്നിട്ട് ആദ്യം ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവർ ഉണ്ടാക്കുക, ഇത്ര രൂപ ടാക്സ് ഇന്ന വ്യക്തി ഇന്ന അസസി അടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് സ്പെസിഫൈ ചെയ്ത് അവർ ഇറക്കും. എന്നിട്ട് ആ കിട്ടാനുള്ള എമൗണ്ട് ഈ താഴെ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, അയാൾ ഈ പറയുന്ന ടാക്സ് ഓഫീസർ അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അതിൽ ഒന്നാമത്തത് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് അസസീസ് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അസസിക്ക് എന്തെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, അത് അറ്റാച്ച് ചെയ്യും, കണ്ടു കെട്ടും, അല്ലെങ്കിൽ അത് വിൽക്കും. വിറ്റിട്ട് എന്ത് ചെയ്യും, അതിന് പൈസ ഗവൺമെന്റിന് കിട്ടേണ്ട ടാക്സ് എമൗണ്ട് അവരെടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് അസസീസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി മാത്രമല്ല, ലൈക്ക് നമ്മളുടെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ബിൽഡിംഗ് പോലുള്ള എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിട്ട് അത് വിറ്റിട്ട് എന്ത് ചെയ്യും, അതിന് അവർക്ക് കിട്ടാനുള്ള പൈസ അവരെടുക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ റിക്കവറി ചെയ്യാം. അതുപോലെ അറസ്റ്റ് ഓഫ് ദി അസസി ആൻഡ് ഹിസ് ഡിറ്റൻഷൻ ഇൻ പ്രിസൺ ആണ്. അതായത് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പം അങ്ങനെ വല്ല പൈസ എടുക്കാനുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, അയാളെ തടവിൽ വെക്കാനും അല്ലെ ജയിലിലൊക്കെ ഡിറ്റൻഷൻ ചെയ്യാൻ തടഞ്ഞു വെക്കാനൊക്കെ ഉള്ള അതിലൂടെ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് റിക്കവർ ചെയ്തില്ല. ഇപ്പോൾ ജയിലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീടുണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് അടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, അവർ ആ ഒരു എമൗണ്ട് അടക്കേണ്ടി വരും അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും, റിക്കവർ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ അപ്പോയിന്റിങ് എ റിസീവർ ഫോർ മാനേജ്മെന്റ് ഓഫ് ദി അസസീസ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അതായത് ഒരാൾ എന്ത് ചെയ്യും, ഒരു റിസീവറായിട്ട് അപ്പോയിന്റ് ചെയ്യും. എന്തിനാണ്, ഈ അസസിയുടെ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ മാനേജ് ചെയ്യാൻ. എന്നിട്ട് അങ്ങനെ ആ ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ ടാക്സിലോട്ട് എടുത്ത് പിന്നീട് എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും സർട്ടിഫിക്കറ്റിലൂടെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ റിക്കവറി ഓഫീസേഴ്സ് അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ടാക്സ് കളക്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് അതർ മോഡ്സ്. ഇനി അതല്ലാത്ത മോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അറ്റാച്ച്മെന്റ് ഓഫ് സാലറി ആണ്. ഇപ്പോൾ ഈ ഡീഫോൾട്ട് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ അൺപെയ്ഡ് ചെയ്ത അല്ലെ ടാക്സ് അടക്കേണ്ട ഒരു വ്യക്തി ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അയാളൊരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കിട്ടാനുള്ള സാലറി എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ആൾക്കാർ ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ടാക്സ് അടക്കാതിരിക്കണമെങ്കിൽ ഗവൺമെന്റ് ആണ് അയാൾക്ക് ടാക്സ് കൊടുക്കുക, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അയാളുടെ സാലറി അറ്റാച്ച് ചെയ്യും. ഓക്കെ, പിന്നെ ഗാർണിഷി ഓർഡർ ആണ്. ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ ടാക്സ് അടച്ചിട്ടില്ല, ഞാൻ എന്താണ്, അപ്പോൾ അവിടെ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അവരെന്ത് ചെയ്യും, ആ കിട്ടാത്ത എമൗണ്ട് ഓഫ് ടാക്സ് റിക്കവർ ചെയ്യാൻ നോക്കും. ഓക്കെ, എനിക്ക് ഒരാൾ പൈസ തരാണ്ട്, ഒരു എ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അയാളെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഒരു ഓർഡർ ഇറക്കിക്കൊണ്ട് എനിക്ക് തരാനുള്ള പൈസ എന്ത് ചെയ്യും, അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തരുന്നതിന് മുമ്പ് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി പോകും. അതായത് എ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് പൈസ തരാനുണ്ട്, ആ പൈസ എന്ത് ചെയ്യും, നേരിട്ട് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, വാങ്ങിക്കൊണ്ട് പോകും. അതാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയും. സോ ദ ടാക്സ് ഓഫീസർ മേ
മേ ബൈ നോട്ടീസ് റിക്കവർ എനി പേഴ്സൺ ഫ്രം ഹോം മണി ഈസ് ഡ്യൂ ടു അസസിയാണ്. അസസിക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ഈ പറയുന്ന ഡീഫോൾട്ട് വരുത്തിയ അസസിക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അയാളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, നോട്ടീസ് ഇറക്കിയിട്ട് പൈസ എന്ത് ചെയ്യും, ഈ അസസിങ് ഓഫീസർ വാങ്ങിക്കൊണ്ടുപോകും. അതിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയും. ഓക്കെ. പിന്നെ ഫ്രം എ കോർട്ടാണ്, കോടതി മുഖാന്തരം എന്ത് ചെയ്യും, കോടതിയിലൊക്കെ വാദിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, ചിലപ്പോൾ കിട്ടാനുള്ള പൈസ റിക്കവർ ചെയ്ത് കൊണ്ടുപോകും. അതുപോലെ സെയിൽ ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടിയാണ്, നേരത്തെ പറഞ്ഞതാണ്. എന്തെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടി ഒക്കെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് പൈസ അവർ കണ്ടെത്തും. അതുപോലെ റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് ഇപ്പോൾ നമുക്കറിയാം സെൻട്രൽ ഈ പറഞ്ഞ ഡയറക്ട് ടാക്സ് ആണെങ്കിലും ഇൻഡയറക്ട് ടാക്സ് ആണെങ്കിലും അതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്ജക്റ്റിൽ വരുന്നതാണ് അല്ലേ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. സോ ഈ ഇൻകം ടാക്സ്, എസ്പെഷ്യലി ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു ഏരിയ ആണ്. ആ എമൗണ്ട് തിരിച്ചു പിടിക്കാൻ അവർ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യും, അവർ സമീപിക്കും. അതാണ് റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചിലപ്പോൾ പഞ്ചായത്ത് ത്രൂ ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഇടപെട്ടിട്ട് കിട്ടാനുള്ള എമൗണ്ടുകൾ കളക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. അതുപോലെ റിക്കവറി ഓഫ് പെനാൽറ്റി, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സം അല്ലേ. ഈ ഒരു പെനാൽറ്റി ചുമത്തിയിട്ടോ ഫൈന് ചുമത്തിയിട്ടോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, അവർ ആ പൈസ തിരിച്ചു പിടിക്കാൻ നോക്കും. അതുപോലെ റിക്കവറി ബൈ സ്യൂട്ട് ഓർ അണ്ടർ അതർ ലോ, ഏതെങ്കിലും കേസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള നിയമത്തിന്റെ പരിധിയിലൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ എന്ത് ചെയ്യും, ആ കിട്ടാനുള്ള പൈസ അവർ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് അതർ മോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിലെ ലാസ്റ്റ് ഏരിയ കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു എമൗണ്ടും ടാക്സ് അടക്കാൻ ബാധ്യസ്ഥതയില്ല, അല്ലെങ്കിൽ അയാൾ കംപ്ലീറ്റ് അയാളുടെ ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അടച്ച് കഴിഞ്ഞ് ക്ലിയർ ആയാൽ ഈ ഇൻകം ടാക്സ് അതോറിറ്റി അയാൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. സോ എ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. ഇത് ആരുണ്ടാക്കി കൊടുക്കുക, ടാക്സ് അതോറിറ്റീസ് ആണ്. അതിലെന്താ ഉണ്ടാവുക, ദാറ്റ് ദ ടാക്സ് പെയർ ഹാസ് പെയ്ഡ് ഓൾ ഹിസ് ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് ഡെപ്റ്റുകളാണ്. അതായത് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടങ്ങളും അയാൾ അടച്ച് തീർന്നു കഴിഞ്ഞു എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ടാക്സ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ്. ഓർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി ടാക്സ്, ഒരു ടാക്സും അയാൾ അടക്കാൻ ബാധ്യസ്ഥയല്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആക്ച്വലി പറയുന്ന ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇത് ഇഷ്യൂ ചെയ്യുക എസ്പെഷ്യലി ഈ ഒരു വിദേശികളൊക്കെ ഇവിടെ വന്നിട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യണം, അവരെ രാജ്യം വിടാൻ സമ്മതിക്കണമെങ്കിൽ ഈ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ അതിന് അവരെ പോകാനൊക്കെ അനുവദിക്കുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് റീഫണ്ട് ഓഫ് ടാക്സ് ആണ്. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുൻകൂട്ടി ഈ വർഷത്തെ ഇൻകം എന്ത് ചെയ്യണം, മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്ത് അവരടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള എമൗണ്ട് ഓഫ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തത് അഡ്വാൻസ് ആയിട്ട് അടക്കൊക്കെ വേണം അല്ലേ. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് അടച്ച എമൗണ്ട് ചിലപ്പോൾ അധികമായിട്ട് വരികയാണെങ്കിൽ അധികമായിട്ടുള്ള എമൗണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടണം. അതിനാണ് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അടച്ച എമൗണ്ട് ഓഫ് ടാക്സ് അധികമായി കഴിഞ്ഞാൽ ആ എമൗണ്ട് അധികമായിട്ട് അടച്ച എമൗണ്ട് തിരിച്ചെന്ത് ചെയ്യും, ഇങ്ങോട്ട് തന്നെ കിട്ടും. അതാണ് റീഫണ്ട് ഓഫ് ടാക്സ്. സോ ഇൻകം ടാക്സ് റീഫണ്ട് ഈസ് എ പ്രോസസ് by which the income tax department return any excess tax paid by taxpayer during the particular financial year ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ അധികമായിട്ട് അടച്ച എമൗണ്ട് ഓഫ് ടാക്സ് തിരിച്ചെന്ത് ചെയ്യും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന അസസിക്ക് തിരിച്ചു കൊടുക്കും. അതാണ് റീഫണ്ട് ഓഫ് ടാക്സ്. ദിസ് ഹാപ്പൻ വെൻ എമൗണ്ട് ടാക്സ് പെയ്ഡ് ബൈ എ ടാക്സ് പെയർ ഈസ് മോർ ദാൻ ഹിസ് ആക്ച്വൽ ലാബിലിറ്റി ആണ്. യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ട ടാക്സിനെക്കാട്ടിലും കൂടുതൽ ടാക്സ് അയാൾ അടച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ അയാൾ അടയ്ക്കേണ്ട ടാക്സ് ലാബിലിറ്റിയെക്കാട്ടിലും കൂടുതൽ ടാക്സ് അയാൾ അടച്ചു കഴിഞ്ഞാലാണ് ഈ പറയുന്ന റീഫണ്ട് ഓഫ് ടാക്സ് ചെയ്യാറുള്ളത്. ഓക്കെ. അതുപോലെ പ്രൊസീജിയർ ഓഫ് ക്ലെയിമിംഗ് റീഫണ്ട് ആണ്. അതിന് കൃത്യമായിട്ടൊരു ഈ പറയുന്ന ഒരു ഫോമും കാര്യങ്ങളുണ്ട്, വിത്തിൻ ദ ടൈം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു റീഫണ്ട് ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. മെയിനായിട്ട് ഇതിലുള്ളത് ഒന്ന് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരൊക്കെയാണ്, അതുപോലെ അവരുടെ ഫങ്ഷൻസും അവരുടെ പവേഴ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം കേട്ടോ. CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്, അവരുടെ പവേഴ്സും പറയുന്നുണ്ട്. അതുപോലെ അസസിങ് ഓഫീസർ ആരാണ്, ടാക്സ് റിക്കവറി ഓഫീസർ,
ഈ പറയുന്ന അതോറിറ്റീസിനൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. അവരൊക്കെ ആരാണ് അപ്പോയിന്റ് ചെയ്യണത്, ഇതിലെ പ്രധാനപ്പെട്ട കൺട്രോൾ ആർക്കാണ്, അതുപോലെ എന്താണ് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഏതൊക്കെ ഡേറ്റിലാണ് എത്രയൊക്കെയാണ് അടക്കേണ്ടത്, ആരാണ് അസസിങ് ഡീഫോൾട്ട് പറഞ്ഞു, അതിന് ഡീഫോൾട്ട് വരുത്തിയാലുള്ള ഇൻട്രസ്റ്റ് പറഞ്ഞു, ദെൻ ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞ ടാക്സ് കളക്ട് ചെയ്യാവുന്നത്, TDS ആയിട്ട്, TCS ആയിട്ട്, അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട്, അതുപോലെ സെൽഫ് അസസ്മെന്റിലൂടെ, നോട്ടീസ് ഓൺ ഡിമാൻഡിലൂടെ, അതുപോലെ TDSലൂടെ എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുക, ഏതൊക്കെ ഇൻകത്തിനാണ് TDS പിടിക്കേണ്ടത്, അതുപോലെ ടാക്സ് റിക്കവറി ഓഫ് ടാക്സ് എന്താണ് അല്ലേ. ദെൻ അത് പ്രധാനമായിട്ട് 2 മെത്തേഡിലൂടെയാണ്, സർട്ടിഫിക്കറ്റിലൂടെയും അല്ലാത്ത മോഡുകളിലൂടെയാണ്. ദെൻ പിന്നെ ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ്, റീഫണ്ട് ഓഫ് ടാക്സ്, അത് പ്രൊസീജിയർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി അടുത്ത ഒരു ചാപ്റ്ററും കൂടി ഒറ്റ